മലബാറിന്റെ തീരപ്രദേശത്ത് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കരിങ്കൽപ്പാറകൾക്ക് മുകളിലായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിളക്കുമാടമുണ്ടായിരുന്നു. ചുടലമുക്ക് വിളക്കുമാടം. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച് പിന്നീട് വിചിത്രമായ പല മരണങ്ങൾക്കും സാക്ഷ്യം വഹിച്ച് ഉപേക്ഷിക്കപ്പെട്ട ഒന്നായിരുന്നു അത്. കടൽക്ഷോഭമുള്ള രാത്രികളിൽ ആ വിളക്കുമാടത്തിന്റെ മുകളിൽ നിന്ന് ചുവന്ന പ്രകാശം വരുമെന്നും അത് കണ്ട് കടലിലേക്ക് നോക്കുന്ന വഞ്ചിക്കാരെ അദൃശ്യമായ ഏതോ ശക്തികൾ ആഴക്കടലിലേക്ക് വലിച്ചിടുമെന്നും തീരദേശവാസികൾ വിശ്വസിച്ചിരുന്നു. കടൽ തീരങ്ങളിലെ നിഗൂഢതകളെക്കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കുന്ന ആനന്ദും അവന്റെ സുഹൃത്ത് ജയദേവനും ആ വിളക്കുമാടം ലക്ഷ്യമാക്കി യാത്ര തിരിക്കുമ്പോൾ കറുത്ത വാവിന്റെ രാത്രിയായിരുന്നു. കടലിന്റെ രൗദ്രഭാവവും കരിമ്പാറകളിൽ വന്നിടിച്ച് തകരുന്ന തിരമാലകളുടെ ശബ്ദവും ജയദേവനിൽ അനാവശ്യമായ ഭീതി ജനിപ്പിച്ചു. എന്നാൽ സാഹസികത ഇഷ്ടപ്പെട്ടിരുന്ന ആനന്ദിന് ഇതിന്റെ സത്യം ക്യാമറയിൽ പകർത്തണമായിരുന്നു. രാത്രി 12 മണിയോടടുത്തപ്പോൾ കടലിലെ കാറ്റിന്റെ വേഗത വല്ലാതെ കൂടി അന്തരീക്ഷം മരവിക്കുന്നതുപോലെ തോന്നി. തീരത്തുനിന്ന് ഏറെ അകലെയുള്ള ആ കരിമ്പാറക്കൂട്ടത്തിലേക്ക് അവർ നടന്നു കയറി. കാറ്റിന്റെ ദിശ മാറുമ്പോഴൊക്കെ കടൽപ്പാസിയുടെ വശ്യമായ സുഗന്ധവും തൊട്ടടുത്ത നിമിഷം ചീഞ്ഞഴുകിയ മാംസത്തിന്റെ രൂക്ഷമായ ദുർഗന്ധവും അന്തരീക്ഷത്തിൽ മാറി മാറി വന്നു. വിളക്കുമാടത്തിന്റെ വലിയ ഇരുമ്പുവാതിൽ പകുതി തുരുമ്പെടുത്ത് തകർന്ന നിലയിലായിരുന്നു. ആനന്ദ് അത് പതുക്കെ തള്ളി തുറന്നു. അകത്ത് വവ്വാലുകളുടെ ചിറകടിയൊച്ചയും പഴയ മീൻപിടുത്ത വലകളുടെ അവശിഷ്ടങ്ങളും മാത്രമാണുണ്ടായിരുന്നത്. തറയിലാകെ ഉപ്പുകാറ്റിൽ ഉണങ്ങിയ കടൽച്ചെടികൾ നിറഞ്ഞുകിടന്നിരുന്നു. അവർ വിളക്കുമാടത്തിന്റെ മുകളിലെ പ്രകാശഗോപുരത്തിലേക്ക് കയറാൻ തുടങ്ങി. വട്ടത്തിലുള്ള കരിങ്കൽ പടവുകൾ ഓരോന്നായി ചവിട്ടുമ്പോൾ താഴെ കടൽ ഇരമ്പുന്ന ശബ്ദം ഭീകരമായി കേൾക്കാമായിരുന്നു. പെട്ടെന്ന് അവർക്ക് മുകളിൽ നിന്ന് ഒരു സ്ത്രീയുടെ ദീനമായ കരച്ചിലും അതോടൊപ്പം ഭാരമേറിയ ചങ്ങലകൾ തറയിലൂടെ വലിക്കുന്ന ശബ്ദവും കേട്ടുതുടങ്ങി. ജയദേവൻ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അവൻ ആനന്ദിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ആനന്ദ്, നമുക്ക് തിരിച്ചു പോകാം, ഈ സ്ഥലം ഒട്ടും ശരിയല്ല, ജയദേവൻ കെഞ്ചി. എന്നാൽ ആനന്ദിന്റെ ഉള്ളിലെ യുക്തിബോധം അതിനെയെല്ലാം വെറും കാറ്റിന്റെ ശബ്ദമായി തള്ളിക്കളഞ്ഞു. അവൻ ക്യാമറയുമായി മുകളിലെ നിലയിലേക്ക് ഓടിക്കയറി. മുകളിലെത്തിയതും വിചിത്രമെന്നു പറയട്ടെ, വർഷങ്ങളായി കേടുകിടന്നിരുന്ന ആ വലിയ വിളക്ക് തനിയെ ചുവന്ന നിറത്തിൽ കത്താൻ തുടങ്ങി. ആ ചുവപ്പ് വെളിച്ചത്തിൽ പ്രകാശഗോപുരത്തിന്റെ ജനലിലൂടെ പുറത്തെ കടലിലേക്ക് നോക്കിയ ജയദേവൻ കണ്ട കാഴ്ച അവന്റെ ചോരയുറപ്പിച്ചു കളയുന്നതായിരുന്നു. കറുത്ത കടൽവെള്ളപ്പരപ്പിൽ ഒന്നിനു പുറകെ ഒന്നായി അനേകം കറുത്ത രൂപങ്ങൾ പൊങ്ങി പൊങ്ങി വരുന്നുണ്ടായിരുന്നു. അവ വിളക്കുമാടത്തിന്റെ ചുവരുകളിലൂടെ മുകളിലേക്ക് ഇഴഞ്ഞു കയറാൻ തുടങ്ങി. അവയുടെ കൈനഖങ്ങൾക്ക് കഠാരയുടെ നീളമുണ്ടായിരുന്നു. കണ്ണുകൾ തീക്കനൽ പോലെ ജ്വലിച്ചു. പെട്ടെന്ന് അവർക്ക് പിന്നിൽ വിളക്കുമാടത്തിന്റെ കരിങ്കൽ വാതിൽ വലിയൊരു ശബ്ദത്തോടെ തനിയെ അടഞ്ഞുപൂട്ടിപ്പോയി. ടോർച്ചുകളുടെ വെളിച്ചം പെട്ടെന്നണഞ്ഞു. അന്തരീക്ഷത്തിലെ തണുപ്പ് അസഹനീയമായി മാറി. ശാസ്ത്രീയ യുക്തികളിൽ മാത്രം വിശ്വസിച്ചിരുന്ന ആനന്ദിന് ഭയം കാരണം ശ്വാസമെടുക്കാൻ പോലും കഴിയാതെയായി. ആ കറുത്ത രൂപങ്ങൾ ജനൽപ്പാളികൾ തകർത്ത് അകത്തേക്ക് കൈകൾ നീട്ടി. മരണത്തിന്റെ നിഴൽ വീണ ആ നിമിഷത്തിൽ ജയദേവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പുണ്യതീർത്ഥ കുപ്പി പുറത്തെടുത്തു. അവൻ ധൈര്യം സംഭരിച്ച് ആ തീർത്ഥം അന്തരീക്ഷത്തിലേക്ക് തളിക്കുകയും ദൈവനാമം ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. ആനന്ദും തന്റെ അഹങ്കാരത്തിന് മാപ്പ് ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിചിത്രമെന്ന് പറയട്ടെ, അവർ പ്രാർത്ഥന തുടർന്നപ്പോൾ വിളക്കുമാടത്തിനു മുകളിൽ വലിയൊരു ഇടിമിന്നൽ പതിക്കുകയും ആ ചുവന്ന വിളക്ക് വലിയൊരു ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഉഗ്രമായൊരു അലർച്ചയോടെ ആ ഭീകരരൂപങ്ങളെല്ലാം വായുവിൽ അലിഞ്ഞു ഇല്ലാതായി. അതോടൊപ്പം അടഞ്ഞുകിടന്ന വലിയ ഇരുമ്പുവാതിൽ തനിയെ തുറക്കപ്പെട്ടു. പുറത്ത് മഞ്ഞിന്റെ മറനീക്കി പുലർകാല സൂര്യന്റെ ആദ്യ കിരണങ്ങൾ കടലിലേക്ക് പതിക്കാൻ തുടങ്ങിയിരുന്നു. നേരം വെളുത്തത് കണ്ടതും ആ വിളക്കുമാടത്തിലെ ഭയാനകമായ അന്തരീക്ഷം പൂർണ്ണമായും അപ്രത്യക്ഷമായി. മനുഷ്യന്റെ അറിവുകൾക്കും യുക്തികൾക്കുമപ്പുറം പ്രകൃതിയിൽ നിഗൂഢമായ പലതുമുണ്ടെന്ന വലിയൊരു സത്യം മനസ്സിലാക്കി ഇനി ഒരിക്കലും ഇത്തരം അതിരുകൾ ലംഘിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തോടെ അവർ ആ തീരത്തുനിന്ന് ജീവനും കൊണ്ട് ഗ്രാമത്തിലേക്ക് മടങ്ങി.